2014 മുതൽ 2025 വരെ ഏറ്റവും അധികം NDRF തുക ലഭിച്ച സംസ്ഥാനം കർണാടകയാണ്. എന്നാൽ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനയിൽ മറ്റൊരു കാര്യം വ്യക്തമാകും. കർണാടകയ്ക്ക് കിട്ടിയതിൽ 97% ഫണ്ടും ലഭിച്ചിരിക്കുന്നത് 2018 മുതൽ 2023 വരെയുള്ള 5 വർഷങ്ങളിലായാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കർണാടകയിൽ BJP സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന അതേ 5 വർഷം. താരതമ്യേന ഇത്രയധികം ഫണ്ടിന് ഈ കാലയളവിൽ കർണാടക അർഹതപ്പെടുന്നുണ്ടോ? 2018 മുതൽ 2023 വരെ കർണാടക നേരിടേണ്ടുന്ന പ്രധാന കാലാവസ്ഥാ ദുരന്തങ്ങൾ 4 2 പ്രളയങ്ങൾ, 2019 ബന്ദിപ്പൂർ കാട്ടുതീ, പിന്നെ 2021 കർണാടക, ഗോവ, മഹാരാഷ്ട്ര തീരങ്ങളിൽ ആഞ്ഞടിച്ച ടൌട്ടെ ചുഴലിക്കാറ്റ്. കർണാടക സർക്കാരിന്റെ തന്നെ മെമ്മോറാണ്ടങ്ങൾ പ്രകാരം ഈ ദുരിതങ്ങളിലെല്ലാം കൂടി ഉണ്ടായ നാശനഷ്ടം 38,000 കോടി രൂപയാണ്. 86 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ദുരന്തങ്ങളെ ചൂണ്ടിക്കാട്ടി കേന്ദ്രം കർണാടകയ്ക്ക് കൈമാറിയ NDRF വിഹിതം എത്രയാണെന്നോ? 5159 കോടി രൂപ. 2018 പ്രളയത്തിൽ മാത്രം കേരളത്തിലുണ്ടായ നാശനഷ്ടം 31,000 കോടി രൂപയാണ്. 480 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിന് അനുവദിച്ച തുകയോ? അതായത് ഏതാണ്ട് ഒരേ തീവ്രതയിലുള്ള 2 ദുരന്തങ്ങൾക്ക് കർണാടകയ്ക്ക് അനുവദിച്ചത് കേരളത്തെക്കാൾ 200% അധിക തുക.